Friends, Assalamu alaikum wa rahmatullahi wa barakatuh. Welcome back to our lecture. Today we are going to discuss the life and role of Mustafa Kemal as the founder of modern Turkey. As we know that the nationalists for the first time claimed the sole right to rule the Turkish people. When Mustafa Kemal declared the representative committee in Ankara the only lawful government of Turkey and ordered to obey it rather than the Istanbul government. സ്വതന്ത്ര യുദ്ധങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയുമൊക്കെ മുസ്തഫ കമാൽ എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിനിധിയെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. തുർക്കിയുടെ ഭരണചക്രത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മുസ്തഫ കമാൽ ഉയർന്നു വരുന്നു. അങ്കാറയിൽ തൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തിന് രൂപം കൊടുക്കാൻ മുസ്തഫ കമാലിന് സാധിക്കുന്നു. മാത്രമല്ല അങ്കാറയിലെ താൻ രൂപപ്പെടുത്തിയിട്ടുള്ള തൻ്റെ പ്രതിനിധികളുടെ ഈ ഒരു ഭരണകൂടം അതാണ് ഇനി തുർക്കിയുടെ യഥാർത്ഥ ഭരണകൂടമെന്നും ഇസ്താംബൂളിലെ പേരിന് മാത്രമുള്ള ഒട്ടോമൻ ഗവൺമെൻറ് അതല്ലെങ്കിൽ ഇസ്താംബൂൾ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന സംവിധാനം ഇനി തുർക്കിയുടെ ഭരണകൂടമല്ല, ഔദ്യോഗികമായിട്ടുള്ള ഭരണ സംവിധാനമല്ല എന്ന ഒരു പ്രഖ്യാപനം മുസ്തഫ കമാലിൻ്റെ നേതൃത്വത്തിൽ അങ്കാറയിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ദ നാഷണലിസ്റ്റ് ക്ലൈം ദ സോൾ റൈറ്റ് ടു റൂൾ തുർക്കിഷ് പീപ്പിൾ. തുർക്കി ജനങ്ങളെ രാഷ്ട്രീയപരമായിട്ട് നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ഭരണാധികാരം നിയന്ത്രിക്കാനുള്ള യോഗ്യതയുള്ളത് തങ്ങൾക്കാണ് എന്ന് ദേശീയവാദികൾ അങ്ങനെ ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. A flood of supporters moved from Istanbul to Ankara just ahead of Ali Dragnets. സ്വാഭാവികമായിട്ടും അങ്കാറയിൽ പുതിയ ഒരു ഭരണ സംവിധാനത്തിന് രൂപം കൊടുക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്താംബൂളിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്ന ഡെപ്യൂട്ടീസ് വരേക്ക് ഏകദേശം 190ഓളം വരുന്ന ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ അങ്കാറയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. അലി പവേഴ്സിൻ്റെ പിൻഗാമികളായിട്ട് അല്ലെങ്കിൽ അവരുടെ കളിപ്പാവകളായിട്ട് മാത്രം ഇസ്താംബൂൾ ഭരണം നടത്തിയിരുന്ന ഗവൺമെൻറ്റിൽ നിന്ന് ഒരു കൂട്ട ഒഴുക്ക് അങ്കാറയിലേക്കുണ്ടാവുന്നു എന്നുള്ളതാണ്. On 19th March 1920, Mustafa Kemal announced that the Turkish nation was establishing its own parliament in Ankara. അങ്ങനെ 1920 മാർച്ച് 19 മുസ്തഫ കമാൽ തുർക്കിയുടെ ഒരു പാർലമെൻറ്റ് അങ്കാറയിൽ രൂപപ്പെടുത്തി എന്ന് പ്രഖ്യാപിക്കുന്നു. അണ്ടർ ദ നെയിം ഗ്രാൻഡ് നാഷണൽ അസംബ്ലി or GNA, in Turkish Büyük Millet Meclisi. ആ പാർലമെൻറ്റിൻ്റെ പേരാണ് ഗ്രാൻഡ് നാഷണൽ അസംബ്ലി. GNA എന്ന 3 അക്ഷരത്തിൽ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അതിൻ്റെ തുർക്കി നാം ബുയൂക്ക് മില്ലത്ത് മജ്ലിസി എന്നുള്ളതാണ്. After that, on 23rd April 1920, the assembly gathered for first time, making Mustafa Kemal its first president and Ismet İnönü, now deputy from Edirne, chief of the general staff. അങ്ങനെ ഏപ്രിൽ 23 പാർലമെൻറ്റ് കൂടുന്നു ആദ്യമായിട്ട്. അങ്ങനെ പാർലമെൻറ്റ് തീരുമാനപ്രകാരം മുസ്തഫ കമാലിനെ അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അനുയായിയുമായിട്ടുള്ള ഇസ്മത്ത് പാഷയെ അല്ലെങ്കിൽ ഇനേനു യുദ്ധത്തിൽ തുർക്കിയുടെ അഭിമാനം കാത്ത ഇസ്മത്ത് പാഷ പിന്നീട് ഇസ്മത്ത് ഇനേനു എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തെ ഡെപ്യൂട്ടി ഫ്രം എഡിർനയിൽ നിന്നുള്ള ഒരു ഡെപ്യൂട്ടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ചീഫ് ഓഫ് ദി ജനറൽ സ്റ്റാഫ് പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എ ന്യൂ സിസ്റ്റം വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദി ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി നേഷൻ പാസ്ഡ് ബൈ അസംബ്ലി ഓൺ 20th January 1921 as the law of fundamental organization or തസ്കിലാത്തി ഇസാസി കാനൂനി. അങ്ങനെ പുതിയ ഒരു ഭരണഘടന രൂപപ്പെടുത്തുന്നു 1921 ജനുവരി 20 1921 ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ ദ ലോ ഓഫ് ഫണ്ടമെൻ്റൽ ഓർഗനൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണഘടന, തസ്കിലാത്തി ഇസാസിയെ കാനൂനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഭരണഘടന പാർലമെൻറ്റ് പാസ്സാക്കുന്നു എന്നുള്ളതാണ്. ആഫ്റ്റർ on the 1st November 1922, Grand National Assembly enacted new legislation separating the Sultanate and the Caliphates and abolishing the former.
922 നവംബർ 1 വളരെ പ്രധാനമായിട്ടുള്ള തുർക്കി രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള തീരുമാനം GNA എടുക്കുന്നു എന്നുള്ളതാണ്. അതുപ്രകാരം പുതിയ ഒരു നിയമം കൊണ്ടുവരികയും അതനുസരിച്ച് കൊണ്ട് തന്നെ സുൽത്താനേറ്റിനെയും കാലിഫേറ്റ്സിനെയും വേർതിരിക്കുന്നു. സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഭരണപരമായിട്ടുള്ള അധികാരമുള്ള ആൾ, ഖാലിഫ എന്ന് പറഞ്ഞാൽ മതകീയമായിട്ടുള്ള മേൽക്കോയ്മ അതല്ലെങ്കിൽ മതകീയ ബഹുമാനം പുലർത്തുന്ന ഒരു പദവി. അപ്പോൾ തുർക്കിയുടെ ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഖാലിഫയുമായിരുന്ന തുർക്കി സുൽത്താൻ്റെ ഒരു അവകാശത്തിൽ നിന്ന് ഖാലിഫേറ്റ്സിനെ അടർത്തി മാറ്റുന്നു, സുൽത്താനേറ്റിനെ അടർത്തി മാറ്റുന്നു. ഖാലിഫ എന്നുള്ളത് ഒരിക്കലും തുർക്കിയുടെ ഭരണാധികാരിയല്ല എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു. അതിനുശേഷം പിന്നീട് നവംബർ 1 സുൽത്താനേറ്റ് ഇല്ലായ്മ ചെയ്യുന്നു. ഇനി ഒട്ടമൻ കുടുംബത്തിൽ നിന്ന്, ഒട്ടമൻ സമൂഹത്തിൽ നിന്ന് ഒരാളല്ല തുർക്കിയെ ഭരണം നടത്തുക എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. അങ്ങനെ അബോളിഷൻ ഓഫ് ദി ഒട്ടമൻ സുൽത്താനേറ്റ്സ് അവിടെ പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. Then the Caliph was left as no more than the leading Muslim religious dignitary to be chosen by GNA as its convenience. ഇസ്ലാമിക ലോകത്തിൻ്റെ ഏറ്റവും സുപ്രധാന പദവിയായിട്ടുള്ള ഖാലിഫ് എന്ന് പറയുന്നത് കേവലം ഒരു പദവിയായി മാത്രം ചുരുക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു മതകീയ പദവിയായിട്ട് ഖാലിഫേറ്റ്സിനെ അവിടെ ഒതുക്കപ്പെടുന്നു. അത് തന്നെ ചൂസൺ ബൈ ദി GNA. ഈ ഓട്ടോമൻ കുടുംബത്തിൽ നിന്ന് താല്പര്യമുള്ള ആളുകളെ GNA തന്നെ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആസ് ഇറ്റ്സ് കൺവീനിയൻസ്, തങ്ങളുടെ സൗകര്യവും തങ്ങളുടെ താല്പര്യവും സംരക്ഷിക്കപ്പെടുന്നത് ആരാണോ അയാളെ ഖാലിഫ പദത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമീപനമാണ് പിന്നീട് ദേശീയവാദികളുടെ ഭാഗത്തു നിന്ന് തുർക്കിയിൽ ഉണ്ടാകുന്നത്. ബൈ ദിസ് ആക്ട് ഇസ്താംബുൾ ഗവൺമെൻറ് ലോസ് ഇറ്റ്സ് ലീഗൽ ഫൗണ്ടേഷൻ. സ്വാഭാവികമായിട്ടും തങ്ങളുടെ അധികാരം എടുത്തു മാറ്റപ്പെടുന്നതോടുകൂടെ ഇസ്താംബൂളിലെ ഭരണ സംവിധാനത്തിന് പിന്നീട് അതിൻ്റെ നിയമപരമായിട്ടുള്ള നിലനിൽപ്പ് ഇല്ലാണ്ടായി എന്നുള്ളതാണ്. Then on 4th November തൗഫീഖ് പാഷ ക്യാബിനറ്റ് റിസൈൻഡ്. അങ്ങനെ ഇസ്താംബുൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്ന തൗഫീഖ് പാഷയുടെ ഗവൺമെൻറ് രാജിവെക്കുന്നു. ആൻഡ് ഒഫീഷ്യൽ ഓട്ടോമൻ ന്യൂസ് പേപ്പർ തക്വീമി വക്കായി പബ്ലിഷ്ഡ് ഇറ്റ്സ് ലാസ്റ്റ് ഇഷ്യൂസ്. തുർക്കിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിരുന്ന ഓട്ടോമൻ മുഖപത്രമായിട്ടുള്ള തക്വീമി വക്കായിയുടെ അവസാനത്തെ എഡിഷൻ ഇറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമൻ സുൽത്താൻമാരുടെ എല്ലാ പദവികളെയും അതല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളെയും നിർത്തലാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ദേശീയ തുർക്കിയുടെ ഒരു സ്വാധീനം എന്ന് പറയുന്നത്. ദെൻ ദി അബോളിഷൻ ഓഫ് ദി സുൽത്താനേറ്റ്സ്. നാം നേരത്തെ പറഞ്ഞ സുൽത്താനേറ്റ് പദവി എങ്ങനെയാണ് തുർക്കിയിൽ നിർത്തലാക്കിയത് എന്നുള്ളതാണ്. സുൽത്താൻ വഹീദുദ്ദീൻ ഫ്ലഡ് ദ സിറ്റി അബ്രോഡ് എ ബ്രിട്ടീഷ് ഡെസ്ട്രോയർ അലോങ് വിത്ത് ഹിസ് സൺ on November 16th. Then he going to Malta and then permanent exile in San Remo. The next day the assembly deposed Wahiduddin as Caliph. പുതിയ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം മനസ്സിലാക്കിയ വഹീദുദ്ദീൻ പെട്ടെന്ന് തന്നെ രാജ്യം വിടുകയാണ്. ഒരു ബ്രിട്ടീഷ് കപ്പലിൽ കയറിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് സൈനിക കപ്പലിൽ കയറിക്കൊണ്ട് നവംബർ 16 അദ്ദേഹം മാൾട്ടയിലേക്ക് നാടുവിടുന്നു. പിന്നീട് മാൾട്ടയിൽ നിന്ന് അദ്ദേഹം സാൻ റോമോയിലേക്ക് പോകുന്നു. അങ്ങനെ ബാക്കിയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ ജീവിതം അവിടെ കൊണ്ട് പോകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങൾ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു ചിത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എനിവേ പാരീസിൻ്റെ തെരുവോരങ്ങളിൽ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത രീതിയിൽ അദ്ദേഹം ജീവിതം തള്ളി നീക്കപ്പെട്ട ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഭാഗത്തേക്ക് നമ്മൾ കൂടുതൽ കടക്കുന്നില്ല. അങ്ങനെ അവസാനത്തെ ഭരണാധികാരി എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ശക്തനായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിൻ്റെ അവസാന കണ്ണി എന്നുള്ള നിലയ്ക്ക് വഹീദുദ്ദീൻ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ദെൻ സ്വാഭാവികമായിട്ടും അദ്ദേഹം നാടുവിടുന്നതോട് കൂടെ ദ അസംബ്ലി ഡീപ്പോസ്ഡ് വഹീദുദ്ദീൻ ആസ് ഖാലിഫ്. അദ്ദേഹത്തെ ഖാലിഫേറ്റ്സിൽ നിന്ന് താഴെ ഇറക്കുന്നു. ദെൻ പകരം ചോയ്സ് വെന്റ് ടു അബ്ദുൽ മജീദ് സെക്കൻഡ്, സൺ ഓഫ് അബ്ദുൽ അസീസ്. അബ്ദുൽ അസീസിൻ്റെ പുത്രനായിട്ടുള്ള അബ്ദുൽ മജീദിലേക്ക് പിന്നീട് ഈ ഒരു ചോയ്സ് GNA കൊടുക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് GNAയുടെ താല്പര്യങ്ങൾ അവിടെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. എനിവേ മുസ്തഫ കമാൽ ഇംപ്രൂവ്ഡ് ഹിസ് പൊളിറ്റിക്കൽ പൊസിഷൻ
by organizing his own political party named People Party Halk Firkazi on 6th December 1922. മുസ്തഫ കമാലിന് യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വളർച്ചയുടെ ഘട്ടമായിട്ടാണ് നമുക്ക് ഈ ഒരു കാലഘട്ടം കാണാൻ സാധിക്കുന്നത്. തൻ്റെ രാഷ്ട്രീയ സ്വാധീനവും രാഷ്ട്രീയ സ്ഥാനമാനങ്ങളും വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് ഈ ഒരു പീരീഡിനകത്ത് സാധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു പാർട്ടി തന്നെ 1922 ഡിസംബർ 6 രൂപം കൊടുക്കുന്നു. പീപ്പിൾസ് പാർട്ടി എന്ന പേരിൽ, ഹൾക്ക് ഫിർക്കാസി എന്ന പേരിലുള്ള ആ പാർട്ടിയാണ് പിന്നീട് തുർക്കിയുടെ രാഷ്ട്രീയ വിധി നിർണയം നടത്തുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. On 13th October, GNA passed a new law making Ankara the official capital of Turkish state. ഒക്ടോബർ മാസം 13 GNA പുതിയ ഒരു നിയമം പാസ്സാക്കുന്നത്, അല്ലെങ്കിൽ പുതിയ ഒരു പാർലമെൻ്ററി ആക്ട് കൊണ്ടുവരുന്നത് പ്രകാരം അങ്കാറയെ തുർക്കിയുടെ ഒഫീഷ്യൽ ക്യാപിറ്റലായിട്ട്, തലസ്ഥാന നഗരിയായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. Then on 29th October, it accepted a new constitution that declared the state to be a republic with the sovereignty coming the people. തൊട്ടടുത്ത ദിവസമായി ഒക്ടോബർ 29 പുതിയ ഒരു ഭരണഘടന രൂപീകരിക്കുന്നു. അതുപ്രകാരം തുർക്കി ഇനിയൊരു റിപ്പബ്ലിക് ആയിരിക്കും എന്നുള്ളതാണ്. ഒട്ടോമൻ പരമാധികാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിൻ്റെ കീഴിലായിരിക്കില്ല, പകരം ദ സോവറിനിറ്റി കമ്മിങ് ദ പീപ്പിൾ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന, ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് തുർക്കിയെ ഭരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി സംവിധാനത്തിലേക്ക് തുർക്കി പോകുന്നു എന്നുള്ളതായിരുന്നു ആ നിയമ വ്യവസ്ഥ നൽകുന്നത്. Then Kemal was elected as the first president and ഇസ്മത്ത് ഇനേനു ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. അങ്ങനെ തുർക്കിയുടെ ആദ്യത്തെ പാർലമെൻ്ററി സംവിധാനം മുസ്തഫ കമാലിനെ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ടും ഇസ്മത്ത് ഇനാനുവിനെ അതിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ടും തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അതോടുകൂടെ തുർക്കിയിലെ ഒട്ടോമൻ ഭരണകൂടത്തിൻ്റെ ചരിത്രം അവസാനിക്കുന്നു. അബ്ദുൽ മജീദ് had held the office in a reasonably offensive way, but after Lausanne who began to entering to restore the sultanate. ഈ ചർച്ചകളും കാര്യങ്ങളുമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന GNA തന്നെ അധികാരം നൽകിയിരുന്ന അവസാനത്തെ ഒട്ടോമൻ ഭരണാധികാരി ലൂസന്നെ ട്രീറ്റിയോടുകൂടെ തനിക്ക് ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ അധികാരത്തെ തിരിച്ചു പിടിക്കാനുള്ള ചെറിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഹി റോട്ട് കമാൽ ആസ്കിംഗ് ഫോർ ഇൻക്രീസ്ഡ് പ്രിവിലേജ് ബട്ട് റിജക്റ്റഡ്. അതിൻ്റെ ഭാഗമായിട്ട് മുസ്തഫ കമാലിന് അദ്ദേഹം ഒരു ലെറ്റർ അയക്കുന്നു. അതുപ്രകാരം അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തിക്കൊടുക്കണം എന്നുള്ള ഒരു അപേക്ഷ കൊടുക്കുന്നു. എന്നാൽ മുസ്തഫ കമാൽ വളരെ കൃത്യമായിട്ട് ഒരു മറുപടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാദത്തെ ഗണ്ണിക്കുന്നു എന്നുള്ളതാണ്. ഹി റിജക്റ്റഡ് ദാറ്റ്. ഓൺ 29th February, അബ്ദുൽ മജീദ് അറ്റൻഡ് ഹിസ് ലാസ്റ്റ് ഫ്രൈഡേ. മുസ്തഫ കമാലിൽ നിന്നുള്ള മറുപടി കൃത്യമായിട്ട് എന്താണ് ഖലീഫ എന്നും കാലിഫേറ്റ്സ് ഇനി ലോകത്തിൻ്റെ മുമ്പിൽ എങ്ങനെയാണ്, അതിൽ തുർക്കിയുടെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യവും നിലവിലെ സാഹചര്യത്തിൽ അതിൻ്റെ അനാവശ്യതയും ഒക്കെ വിവരിച്ചു കൊണ്ടുള്ള ഒരു മറുപടിയാണ് മുസ്തഫ കമാൽ കൊടുത്തത്. ഇത് മനസ്സിലാക്കിയ അബ്ദുൽ മജീദ് ഫെബ്രുവരി 29 1922 അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അവസാനത്തെ വെള്ളിയാഴ്ച ഖുത്ബ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നു. ദ ലാസ്റ്റ് സെറമണി എവർ അറ്റൻഡഡ് ഒഫീഷ്യലി ബൈ എ മെമ്പർ ഓഫ് ദി ഒട്ടോമൻ ഡിനാസ്റ്റി. തുർക്കിയുടെ ചരിത്രത്തിലെ ഒരു ഔദ്യോഗികപരമായിട്ടുള്ള സമീപനം അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക ചടങ്ങിന് ഒരു തുർക്കി ഭരണാധികാരി അവസാനമായി പങ്കെടുത്തത് ഈ ഒരു ജുമാ നമസ്കാരത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. For day later, on 3rd March 1924, GNA abolished the caliphates, thus ending the Ottoman dynasty and the empire. അങ്ങനെ 4 ദിവസം കഴിഞ്ഞ് മാർച്ച് 3 1924 GNA ഖാലിഫേറ്റ്സിനെയും അബോളിഷ് ചെയ്യുന്നു. അതോടുകൂടി ഒട്ടോമൻ ചരിത്രവും ഒട്ടോമൻ ഭരണകൂടത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അഭിമാനകരമായിട്ടുള്ള ചരിത്രം കേവലം ഒരു ചരിത്രമായിട്ട് അവശേഷിക്കുന്നു തുർക്കിയിൽ എന്നുള്ളതാണ്. കാലിഫേറ്റ്സ് എന്ന് പറയുന്ന പദവി തന്നെ എടുത്തു കളയുകയാണ് മാർച്ച് 3 1924 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. So this was approved by the majority of the
votes on law was established. ഈ ഒരു പദ്ധതിയെ അല്ലെങ്കിൽ ഈ ഒരു നയത്തെ വോട്ടിനിട്ടുകൊണ്ട് തന്നെ പാർലമെൻറ്റ് വിജയിപ്പിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഇതിനങ്ങനെ ദ കാലിഫേറ്റ്സ് അബോളിഷ്ഡ് ഇൻ 3rd March 1924, ദസ് എൻഡിങ് ദി ഓട്ടോമൻ ഡിനാസ്റ്റി ആൻഡ് ദി എംപയർ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതോടുകൂടെ ഈ ഒരു ഡൈനാസ്റ്റിയെയും എംപയറിൻ്റെയും അവസാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. വിത്ത് ദ സെയിം ലോ ഇറ്റ് വാസ് ഡിസൈഡഡ് ടു എക്സ്പെൽ ഓൾ മെമ്പേഴ്സ് ഓഫ് ദി ഓട്ടോമൻ ഡിനാസ്റ്റി. അതേ നിയമത്തിൽ പ്രകാരം തന്നെ ഓട്ടോമൻ ഡൈനാസ്റ്റിയിൽ നിന്ന് അവശേഷിക്കുന്ന ആ കുടുംബാംഗങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം തുർക്കിയിൽ നിന്ന് നാട് കടത്താനുള്ള തീരുമാനമുണ്ടാകുന്നു. തിരിച്ചൊരു രാഷ്ട്രീയാധികാരത്തിൻ്റെ പുനഃസ്ഥാപനത്തിലേക്ക് കാര്യങ്ങൾ നയിക്കാതിരിക്കാനുള്ള ഒരു സമീപനം കൂടെ പുതിയ ഭരണകൂടം എടുക്കുന്നു എന്നുള്ളതാണ്. മുസ്തഫ കമാൽ അത്താതുർക്ക് however offered the caliphate to Ahmad Sharif as-Sanusi on the condition that he reside outside the Turkey. Sanusi declined the offer. മുസ്തഫ കമാൽ അവസാനത്തെ ഖാലിഫ അബ്ദുൽ മജീദ് നാടുവിടുന്നതോടുകൂടെ ഖാലിഫേറ്റ്സ് എന്ന് പറയുന്ന പദവിയെ ഒരു പേരിനെങ്കിലും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ കൊടുക്കുന്നു. അതുപ്രകാരം അഹമ്മദ് ഷരീഫ് സനൂസി എന്ന് പറയുന്ന അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തോട് താല്പര്യം കാണിക്കുന്ന കുടുംബത്തിലെ ഒരാളോട് ഈ ഒരു പദവി ഏറ്റെടുക്കാം. പക്ഷേ അതിന് കണ്ടീഷൻ അദ്ദേഹം വെച്ചത് ദാറ്റ് ഹി റിസൈഡ് ഔട്ട്സൈഡ് ദ തുർക്കി. ഖാലിഫയായിട്ട് അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുക്കാമെങ്കിലും അദ്ദേഹം തുർക്കിയിൽ നിന്ന് പുറത്ത് കടന്നുകൊണ്ടായിരിക്കണം അത് അലങ്കരിക്കേണ്ടത് എന്നുള്ളൊരു നിബന്ധനയാണ് മുസ്തഫ കമാൽ വെച്ചത്. സനൂസി ഡിക്ലൈൻ ദ ഓഫർ. എന്നാൽ ആ ഒരു ഓഫറിനെ അംഗീകരിക്കാൻ സനൂസി മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് ഡേ അബ്ദുൽ മജീദ് വിത്ത് ഹിസ് ഫാമിലി സീക്രട്ട്ലി ലെഫ്റ്റ് ഇസ്താംബുൾ. തൊട്ടടുത്ത ദിവസം തന്നെ അബ്ദുൽ മജീദും കുടുംബവും ഇസ്താംബുൾ വിടുന്നു. After staying in Switzerland for a while, he moved to Nice in France. ഫ്രാൻസിൽ നൈസിലേക്ക് അദ്ദേഹം അവസാനമായിട്ട് എത്തപ്പെടുന്നു സ്വിറ്റ്സർലൻഡിലൂടെ എന്നുള്ളതാണ്. Then on 23rd August 1944, Abdul Majid II died at his house in Paris due to an heart attack. അങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ പാരീസിലെ വീട്ടിൽ ഓഗസ്റ്റ് 1944 23 മരണപ്പെടുന്നു എന്നുള്ളതാണ് അവസാനത്തെ ഒട്ടോമൻ ഭരണാധികാരിയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. ഇതെന്ന മുസ്തഫ കമാൽ ഷോർട്ട് ബയോഗ്രഫി ഓർ ഷോർട്ട് ഹിസ്റ്ററി. മുസ്തഫ കമാലിനെ ഒന്ന് പരിചയപ്പെടാം. Born in 1881 in Salonika. Father Ali is a custom official turned to lumber merchant. Died when Mustafa was still a boy. His mother Zubayda raised him and his sister. In 1893, Mustafa entered a military high school where his mathematics teacher gave him the second name Kamal for perfection. In 1905, he graduated from the War Academy in Istanbul with the rank of staff captain posted in Damascus. In 1915, when the Dardanelles campaign was launched, Colonel Mustafa Kamal became a national hero by winning successive victory and promoted to general in 1916 at the age of 35. After all this successful service, like in Eastern Turkey, Palestine, Aleppo, on 1999 in Pasha landed in the Black Sea port of Samsun to start the War of Independence. മുസ്തഫ കമാലിൻ്റെ ചരിത്രം ബയോഗ്രഫി നമുക്ക് വലിയ പ്രചോദനം തന്നെയാണ്. ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ടതും എടുത്തു കാണിക്കേണ്ടതുമായിട്ടുള്ള ഒരു ജീവിതമാണ് മുസ്തഫ കമാൽ എന്നുള്ളത്. 1881 സലോണിക്കയിൽ ജനിക്കുകയും ജനിച്ച് കുട്ടിയാകുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവായ അലി റിസ ആദ്യം ഒരു കസ്റ്റം ഓഫീസറും പിന്നീട് ഒരു മരക്കച്ചവടക്കാരൻ ലംബർ മെർച്ചൻറ്റുമൊക്കെ ആയിരുന്ന അലി റിസ മരണപ്പെടുന്നു. പിന്നീട് കഷ്ടപ്പെട്ടുകൊണ്ട് സുബൈദ എന്ന് പറയുന്ന അവരുടെ മാതാവ് തന്നെയും സഹോദരിയെയും വളർത്തി വലുതാക്കുന്നു എന്നുള്ളതാണ്. 1893 അദ്ദേഹത്തെ മിലിറ്ററി അക്കാഡമിയിലേക്ക് ചേർക്കുന്നു. അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ പഠന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് കമാൽ ഓർ ദ പെർഫെക്ഷൻ, ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന കമാൽ എന്നുള്ള ഒരു നാമം അദ്ദേഹത്തിൻ്റെ മാത്തമാറ്റിക്സ് ടീച്ചർ നൽകുന്നത്. അങ്ങനെ 1905 അദ്ദേഹം മിലിറ്ററി അക്കാഡമിയിൽ നിന്ന് ഗ്രാജുവേഷൻ നേടുന്നു. അങ്ങനെ സ്റ്റാഫ് ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തിന് ദമാസ്കസിലേക്ക് അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം 1915 കൂടെ
ഒന്നാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ഡാർഡനൽസ് ക്യാമ്പയിനിൽ സജീവമായിട്ട് ഇടപെടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അങ്ങനെ ഡാർഡനൽസ് ക്യാമ്പയിനിലെ ഒരു ഹീറോ ആയിട്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നു എന്നുള്ളതാണ്. 1915 ഡാർഡനൽസ് ക്യാമ്പയിൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് റാങ്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു. കേണൽ മുസ്തഫ പിന്നീട് ഒരു നാഷണൽ ഹീറോ ആയിട്ട് തുർക്കിയിൽ വളർന്നു വരുന്നു. അതിനുശേഷം അദ്ദേഹം ധാരാളം വിജയങ്ങൾ കയ്യെത്തി പിടിക്കുന്നു. പ്രൊമോട്ടഡ് ടു എ ജനറൽ ഇൻ 1916 at the age of 35. അങ്ങനെ തുർക്കി സൈന്യത്തിലെ ജനറലായിട്ട് അദ്ദേഹത്തിന് പ്രൊമോഷൻ നൽകുന്നു 1916. അദ്ദേഹത്തിന് 35-ാമത്തെ വയസ്സിൽ. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൻ്റെ സേവനത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തുർക്കിയിലും ഫലസ്തീനിലും അലപ്പോയിലുമൊക്കെ അദ്ദേഹം തൻ്റെ സേവനം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുന്നു. അങ്ങനെ 1919 തീയതി അദ്ദേഹം സാംസൂണിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. സാംസൂണിൽ അദ്ദേഹം എത്തുന്നതോടുകൂടെ തുർക്കിയുടെ ചരിത്രം മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. സാംസൂണിൻ്റെ അദ്ദേഹം എത്തി ഒരു ദേശീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നതിലൂടെ തുർക്കി എന്ന് പറയുന്ന ആധുനിക തുർക്കിയുടെ രൂപീകരണം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. സാംസൂണിലെത്തി ഹി റാലിഡ് എ ലിബറേഷൻ ആർമി in Anatolia and convenes a congress in Erzurum and Siva, which established the basis for the new national effort under his leadership. സാംസൂണിൽ അദ്ദേഹം എത്തുകയും സാംസൂണിൽ അദ്ദേഹം എത്തിയിട്ട് അവിടെ ഒരു ലിബറേഷൻ ആർമിയെ രൂപപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ അധിനിവേശ സേനകൾക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ അദ്ദേഹം നേതൃത്വം നൽകുകയും അതോടൊപ്പം തന്നെ ദേശീയവാദികളുടെ 2 പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകൾ, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന 2 പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ, എർസുറൂം കോൺഗ്രസും അതുപോലെ തന്നെ സിവ കോൺഗ്രസും, തുർക്കി റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന 2 പ്രധാനപ്പെട്ട കൂട്ടായ്മകൾ അദ്ദേഹം രൂപപ്പെടുത്തുന്നു. അങ്ങനെ അവിടെ നിന്നുണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ ലക്ഷ്യമാണ് പിന്നീട് തുർക്കിയെ റിപ്പബ്ലിക്കൻ തുർക്കിയായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എർസുറൂം കോൺഗ്രസും സിവ കോൺഗ്രസും തുർക്കി ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നായികക്കല്ലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊന്നാണ് അമേഷ്യ പ്രോട്ടോക്കോൾ. സംസൂണിൽ അദ്ദേഹം എത്തിയിട്ട് അവിടുത്തെ ദേശീയവാദികളുമായിട്ട് അദ്ദേഹം ഉണ്ടാക്കുന്ന ചില ഉടമ്പടികളെയാണ് നമ്മൾ അമേഷ്യ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓൺ 19th May മുസ്തഫ കമാൽ അറൈവ്ഡ് അറ്റ് സംസൂൺ ആസ് ഇൻസ്പെക്ടർ ജനറൽ. നാം പറഞ്ഞ പോലെ തന്നെ 1919 മെയ് 19 തീയതി മുസ്തഫ കമാൽ സംസൂണിൽ എത്തുന്നതോടുകൂടെ തുർക്കിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയ വാതായങ്ങൾ തുറക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മെയ് 19 പിന്നീട് തുർക്കിയിലെ യുവജന ദിവസമായിട്ടൊക്കെ ആചരിക്കപ്പെടുന്നു മുസ്തഫ കമാലിൻ്റെ ഒരു സംസൂണിലേക്കുള്ള കടന്നുവരവ്. സംസൂണിൽ അദ്ദേഹം എത്തുകയും on 19th June he met in Amasya with some of the men who were joined him in leading the national movement. അങ്ങനെ അദ്ദേഹത്തിന് തൻ്റെ ഈ പ്രസ്ഥാനത്തിന് തൻ്റെ താല്പര്യങ്ങളോട് യോജിച്ച് നിൽക്കുന്ന കുറേ ആളുകളെ കണ്ടെത്താൻ പറ്റുന്നു. അതിൽപ്പെട്ട ചില ആളുകളാണ് റോഫ് ഫോർബെ, ഫോർമർ മിനിസ്റ്ററി ഓഫ് ദി നേവി ആൻഡ് ഓട്ടോമൻ ഡെലിഗേറ്റ്സ് ഓഫ് മൊൺട്രോസിലെ ഓട്ടോമൻ പ്രതിനിധിയാവുകയും അതോടൊപ്പം തന്നെ നാവിക മിനിസ്റ്ററായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള റൌഫ് ഫോർബെ. അലി ഫുവാദ്, കമാൻഡർ ഇൻ അങ്കാറയിലെ സൈനിക കമാൻഡറായിട്ട് അലി ഫുവാദ്, റാഫത്ത് ബേലെ, സംസൂൺ കമാൻഡറായിട്ടുള്ള റാഫത്ത് ബേലെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട പല ആളുകളുമായിട്ട് അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. On 21st June they signed an അമേഷ്യ പ്രോട്ടോക്കോൾ. അങ്ങനെ ഈ ആളുകൾ ഒട്ടോമൻ സുൽത്താൻമാരുടെ അല്ലെങ്കിൽ ഇസ്താംബുൾ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങളിൽ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ ഒരു കൂട്ടായ്മ പരസ്പരം ചില നിബന്ധനകൾ വെക്കുന്നു. വിച്ച് became more or less the first call of national movement against Allied invasion. അങ്ങനെ അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള അല്ലെങ്കിൽ സഖ്യശക്തികൾക്കെതിരെയുള്ള ഒരു ദേശീയ കൂട്ടായ്മയായിട്ട് നമുക്ക് ഈ ഒരു യോജിപ്പിനെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ദ യൂണിറ്റി ഓഫ് ദ ഫാദർലാൻഡ് ആൻഡ് നാഷണൽ ഇൻഡിപെൻഡൻസ് ആർ ഇൻ ഡേഞ്ചർ. അവരുണ്ടാക്കിയ ഉടമ്പടിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് തങ്ങളുടെ രാജ്യം, തങ്ങളുടെ ദേശീയതയും തങ്ങളുടെ സ്വാതന്ത്ര്യവും വലിയ രീതിയിൽ അപകടത്തിലാണ്. ദ ഇസ്താംബുൾ ഗവൺമെൻറ് ഈസ് അണേബിൾ ടു ക്യാരി ഔട്ട് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റീസ്. നിലവിൽ ഇസ്താംബുളിലെ ഭരണകൂടം
തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ പ്രാപ്തരല്ല. ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദ നാഷൻസ് എഫേർട്ട് ആൻഡ് ഡിറ്റർമിനേഷൻ ദാറ്റ് നാഷണൽ ഇൻഡിപെൻഡൻസ് വിൽ ബി വോൺ. ദേശീയവാദികളും ദേശീയ പരിശ്രമങ്ങളും രൂപപ്പെടുത്താണ്ട് നമുക്കൊരിക്കലും ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ഉയർന്നു വരാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് നെസസറി ടു എസ്റ്റാബ്ലിഷ് എ നാഷണൽ കമ്മിറ്റി ഫോർ ഫ്രീ ഫ്രം all external influences and controls that will review the national situation and make known to the world the people desire for justice. തങ്ങളുടെ രാജ്യത്തിൻ്റെ നീതി നേടിയെടുക്കുന്നതിന്, രാജ്യത്തിൻ്റെ അധികാരം തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ദേശീയ സമീപനം, ഒരു ദേശീയ കമ്മിറ്റി രൂപപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന സമരങ്ങളിലൂടെ ദേശീയ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പറ്റും. അതിലൊരിക്കലും ഒരു ബാഹ്യമായിട്ടുള്ള ഇടപെടലുകളോ സ്വാധീനങ്ങളോ ഇല്ലാത്ത രീതിയിൽ ഒരു മുന്നേറ്റം നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട്. And also they decided to hold immediately a national congress in Siva, the most secure place in Anatolia. അനറ്റോളിയയിലെ സിവായിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സമ്മേളനം, ദേശീയവാദികളുടെ സമ്മേളനം വിളിച്ചു കൂട്ടാൻ അവർ പദ്ധതി എടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ ചില കണ്ടീഷൻസ്, ആ കണ്ടീഷൻസിനാണ് അമേഷ്യ പ്രോട്ടോകോൾ എന്ന പേരിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ വിളിച്ചു കൂട്ടിയ ഈ ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഈ ഒരു ഉടമ്പടി പ്രകാരം ദ റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ഈച്ച് പ്രൊവിൻസ് ഷുഡ് ബി സെൻറ്റ് ടു സിവാസ്. ഓരോ പ്രൊവിൻസിൽ നിന്നും 3 ആളുകളെ സിവ കോൺഗ്രസിലേക്ക് അയക്കണം എന്നുള്ളതായിരുന്നു മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ ടു ബി പ്രിപ്പയർ ഫോർ എവരി ഇവൻച്വാലിറ്റി ദിസ് സബ്ജക്ട് ഷുഡ് ബി കീപ് എ നാഷണൽ സീക്രട്ട്. നമ്മളുണ്ടാക്കിയിട്ടുള്ള ഈ ചർച്ചകളും ഈ ഇടപെടലുകളുമെല്ലാം രാജ്യസുരക്ഷയെ മാനിച്ചുകൊണ്ട് പുറത്ത് പറയരുത് അല്ലെങ്കിൽ രഹസ്യമാക്കി വെക്കണം എന്നുള്ളതായിരുന്നു അതിൻ്റെ മറ്റൊരു ടേം എന്നുള്ളത്. അങ്ങനെ ഈ ദേശീയവാദികൾ മുസ്തഫ കമാലും അദ്ദേഹത്തോട് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ആളുകളും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില നിബന്ധനകളെയാണ് അമേഷ്യ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പക്ഷേ തുർക്കിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഹേതുവായിട്ടുള്ളത് ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. Then the negotiation between Istanbul government with the nationalists took place in Amasya on October 21, 1919, resulting second Amasya protocol. ഒന്നാമത്തെ അമേഷ്യ പ്രോട്ടോകോൾ നാം പറയുകയുണ്ടായി. വളരെ കൃത്യമായിട്ടുള്ള നിബന്ധനകൾ വെച്ചുകൊണ്ട് ഒന്നാം അമേഷ്യ ദേശീയവാദികളും മുസ്തഫ കമാലും രൂപപ്പെടുത്തുന്നു. രണ്ടാമത്തെ ഇസ്താംബുൾ ഗവൺമെൻറ്റും അതേപോലെ തന്നെ ദേശീയ പ്രസ്ഥാനം അങ്കാറ ഗവൺമെൻറ്റും തമ്മിലുണ്ടാക്കിയ ഒരു പ്രോട്ടോകോള് സെക്കൻഡ് അമേഷ്യ പ്രോട്ടോകോൾ ഉണ്ടാക്കുന്നു എന്നുള്ളത്. അങ്കാർ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിന് അംഗീകരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഇസ്താംബുൾ ഗവൺമെൻറ് ചുരുങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. In 10th January 1920, Mustafa Kemal started a newspaper, the Hakimiye Milliye, National Sovereignty to Speak for the Movement. അങ്ങനെ താൻ രൂപപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഐഡിയോളജിയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് മുസ്തഫ കമാൽ 1920 ജനുവരി 10 ഹക്കിമിയ മില്ലിയ എന്ന് പറയുന്ന തന്നെ ഒരു പത്രം രൂപീകരിക്കുന്നു എന്നുള്ളതാണ്. Then on 19th March 1920, Mustafa Kemal announced that the Turkish nation were establishing its own parliament in Ankara under the name of Grand National Assembly. മുന്നേ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ മാർച്ച് 19 1920 അങ്കാറയിലെ ഒരു പാർലമെൻ്ററി സംവിധാനം മുസ്തഫ കമാൽ രൂപപ്പെടുത്തുന്നു. ജനുവരി 20, 1921 a new constitution was passed by assembly. അങ്ങനെ 1921 ജനുവരി 20 അതൊരു പുതിയ ഭരണഘടന രൂപപ്പെടുത്തുന്നു. as a law of fundamental organization. ലോ ഓഫ് ഫണ്ടമെൻ്റൽ ഓർഗനൈസേഷൻ എന്ന പേരിലുള്ള ഒരു പുതിയ ഭരണഘടന തെസ്കിലാത്തി അസാസി കാനൂനി എന്ന തുർക്കിഷ് നാമത്തിൽ അത് അറിയപ്പെടുന്നു. ഏപ്രിൽ 29, 1921 GNA passed the law that prohibited crime against the nation and set up independent courts, Istiklal, Mahke, Malari, to try and execute these sport. അങ്ങനെ പുതിയ ഒരു സംവിധാനം ദേശവിരോധികളായിട്ടുള്ള ആളുകളെ അപ്പോൾ തന്നെ വിചാരണ ചെയ്തുകൊണ്ട് ശിക്ഷ നടപ്പാക്കുന്ന ഒരു ഇൻഡിപെൻഡൻസ് കോർട്ടുകൾ ഇസ്തിക്ലാൽ, മെഹക്കി, മല്ലാരി എന്ന് പറയുന്ന കോർട്ട് അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്നു. ലെറ്റർ ദിസ് കോർട്ട്സ് ബിക്കേം മേജർ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ദി അങ്കാറ ഗവൺമെൻറ് ടു സപ്രസ് ദ ഒപ്പോസിഷൻ. അങ്കാറ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ ആയുധമായിട്ട് പിന്നീട് ഇത്തരം കോർട്ടുകൾ മാറുന്നു എന്നുള്ളതാണ്. ആരെയും ദേശവിരുദ്ധനാക്കാനും ആരെയും തീവ്രവാദിയാക്കാനും അതിലൂടെ ശിക്ഷിക്കാനുമുള്ള ഒരു ആയുധമായിട്ട് പിന്നീട് നമുക്കിത് കാണാൻ സാധിക്കുന്നു എന്ന തരത്തിൽ ഇത് പിന്നീട് വളർന്നു വരുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ളൊരു ദേശീയ പ്രസ്ഥാന വളർച്ചയുടെ ആയുധമായിട്ടാണ് പിന്നീട്
ഈ കോൺസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ ഡെവലപ്മെൻറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ റിപ്പബ്ലിക്കൻ തുർക്കിയുടെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. തുർക്കി റിപ്പബ്ലിക്കും അതിലെ ഒട്ടോമനിസത്തിൻ്റെ തകർച്ചയുമൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കി. ഇനി റിപ്പബ്ലിക്കൻ തുർക്കിയുടെ ഭരണാധികാരി എന്നുള്ളതിലേക്ക് മുസ്തഫ കമാൽ കൊണ്ടുവരുന്ന ചില പരിഷ്കാരങ്ങൾ, ദ 6 പ്രിൻസിപ്പിൾസ് ഓഫ് കമാൽ ഓർ കമാലിസം എന്നൊക്കെ പിന്നീട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയ തത്വങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു all.